അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മുത്തഫിഫീനിലെ 7, 8, 9 വചനങ്ങളാണ്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ വമാ അദ്റാക മാ സിജ്ജീൻ കിതാബും മർഖൂം. ആയത്തിൻ്റെ അർത്ഥം നോക്കാം. ആദ്യമായി 7ാമത്തെ വചനം, കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. ആയത്തിൻ്റെ അർത്ഥം, വേണ്ട, തീർച്ചയായും തോന്നിവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. വാക്കർത്ഥം നോക്കാം. കല്ല എന്ന് പറഞ്ഞാൽ വേണ്ട അല്ലെങ്കിൽ അങ്ങനെയല്ല എന്നർത്ഥമാണ് കല്ല എന്നതിന് വരിക. ഇന്ന തീർച്ചയായും, കിതാബൽ ഫുജ്ജാർ തോന്നിവാസികളുടെ ഗ്രന്ഥം അല്ലെങ്കിൽ ദുർജനങ്ങളുടെ ഗ്രന്ഥം. ഫുജ്ജാർ എന്ന് പറഞ്ഞാൽ തെമ്മാടികൾ അല്ലെങ്കിൽ വേണ്ടാത്തത് ചെയ്യുന്നവർ, ദുർജനങ്ങൾ എന്നർത്ഥം. ലഫി സിജ്ജീൻ അഥവാ സിജ്ജീനിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ല എന്ന് പറഞ്ഞാൽ ഒരു തൗക്കീദിന് വേണ്ടിയാണ്, ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാനാണ് ല എന്നുപയോഗിക്കുന്നത്. അടുത്ത വചനം, വമാ അദ്റാക മാ സിജ്ജീൻ. സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? പ്രവാചകരോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പ്രവാചകരെ, താങ്കൾക്ക് സിജ്ജീൻ എന്നാൽ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കാം. വാക്കർത്ഥം നോക്കാം. വമാ അദ്റാക എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ. മാ സിജ്ജീൻ, എന്താണ് സിജ്ജീൻ എന്ന്. സിജ്ജീൻ എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ? 9ാമത്തെ വചനം, കിതാബും മർഖൂം അഥവാ 8ാമത്തെ വചനത്തിൻ്റെ ഒരു ചോദ്യ രീതിയിലാണല്ലോ ഉള്ളത്. അപ്പം അതിൻ്റെ ഉത്തരം എന്ന രീതിയിലാണ് 9ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. കിതാബും മർഖൂം എന്ന് പറഞ്ഞാൽ ലിഖിതം ചെയ്യപ്പെട്ടൊരു ഗ്രന്ഥമാണ് അത്. അതിൻ്റെ വാക്കർത്ഥം പറഞ്ഞാൽ, കിതാബുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണ്. മർഖൂം ലിഖിതം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട, ഇപ്പോൾ എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാണ് അത്. ഇനി നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ഇമാം തൊബരി റഹ്മഹുല്ല അതിന് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ നിന്നും നമുക്ക് വായിക്കാം. യഖൂലു തആല ദിക്റുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ലാ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഐ ലൈസൽ അംറു കമാ യളുന്നു ഹഉലാഇൽ കുഫാർ, അഥവാ ഈ കുഫാറുകൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുള്ളത്. അവരെന്താണ് വിചാരിക്കുന്നത്? അന്നഹും ഗൈറു മബ്ഊസീൻ വലാ മുഅദ്ദബീൻ, അവർ പുനർജീവിപ്പിക്കപ്പെടുകയില്ല എന്നും അതേപോലെ തന്നെ അവർ ശിക്ഷിക്കപ്പെടുകയില്ല എന്നും അവർ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളുള്ളത് എന്നാണ്. ഇന്ന കിതാബഹും അല്ലദീ കുത്തിബ ഫീഹി അഅമാലുഹും അല്ലതീ കാനൂ യഅമലൂനഹാ ഫിദ്ദുനിയ, അഥവാ അവരുടെ ഗ്രന്ഥം. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അവർ ദുനിയാവിൽ ചെയ്തു വെച്ച സകല കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട അവരുടെ ഗ്രന്ഥം. അത് ലഫി സിജ്ജീൻ, അത് സിജ്ജീലിനാണ് ഉള്ളത്. സിജ്ജീൻ എന്ന് പറഞ്ഞാൽ ഒരു തടവറ അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലം എന്നൊക്കെയാണ് അതിനർത്ഥം ഭാഷാപരമായി. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വഹിയൽ അർദുസ്സാബിഅ അസ്സുഫ്ല, 7 ഭൂമികളുടെയും ഏറ്റവും അടിയിലുള്ള ഭാഗം എന്നാണ് സിജ്ജീനിന് ഇമാം തബരി റഹ്മഹുല്ല അർത്ഥം നൽകിയിട്ടുള്ളത്, വിവക്ഷയായി പറഞ്ഞു തന്നിട്ടുള്ളത്. ശേഷം അദ്ദേഹം പറയുകയാണ്, യഖൂലു തആല ദിക്റുഹു ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം തൊട്ട് ശേഷം വരുന്ന വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വമാ അദ്റാക മാ സിജ്ജീൻ, പ്രവാചകരെ, സിജ്ജീൻ എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ? വമാ അദ്റാക മാ സിജ്ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് സിജ്ജീൻ എന്ന് പറഞ്ഞാൽ സിജ്ജീൻ എന്താണെന്ന് താങ്കൾക്കറിയോ എന്ന് ചോദിക്കുകയാണ്. അഥവാ അയ്യു ഷൈഇൻ അദ്റാക യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അറിയുക? അയ്യു ഷൈഇൻ ദാലിക്കൽ കിതാബ്, ആ കിതാബ് എന്താണെന്നും താങ്കൾക്കറിയാമോ എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. സുമ്മ ബയ്യന തആല ദിക്റുഹു ഫഖാല, എന്നിട്ട് അതിന് ശേഷമുള്ള വചനത്തിലൂടെ അള്ളാഹു അതിന് ഉത്തരമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, ഹുവ കിതാബും മർഖൂം, അത് ക്ലിപ്തമാക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതി തിട്ടപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാകുന്നു. ഉനിയ ബിൽ മർഖൂം, ഇവിടെ മർഖൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിഖിതം ചെയ്യപ്പെട്ടത് എന്നുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അൽ മക്തൂബ് അഥവാ എഴുതി വെക്കപ്പെട്ട എന്നാണ് അർത്ഥം. അപ്പോൾ കിതാബുൻ മക്തൂബ് എന്ന് പറയാം, അഥവാ എഴുതി വെക്കപ്പെട്ട ഒരു ഗ്രന്ഥമാകുന്നു അത്. ഇനി നമുക്ക് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ നിന്ന് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, വറവാ നാസുൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല,
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഒരു കൂട്ടം പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഇന്ന അർവാഹൽ ഫുജ്ജാരി വഅഅമാലുഹും ലഫീ സിജ്ജീൻ. തീർച്ചയായും ഫുജ്ജാർ എന്ന് പറഞ്ഞാൽ തെമ്മാടികൾ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാതെ, നിരോധനകൾ ശ്രദ്ധിക്കാതെ, ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സൂക്ഷ്മതയും കൈവരിക്കാതെ ജീവിക്കുന്ന ആളുകളാണ് ഫുജ്ജാർ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ആത്മാവുകൾ വഅഅമാലുഹും അവരുടെ പ്രവർത്തനങ്ങളും ലഫീ സിജ്ജീൻ സിജ്ജീനിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ എന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയ വിശദീകരണമാണത്. ശേഷം അദ്ദേഹം പറയുന്നു, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നു, വറവ ഇബ്നു അബി നജീഹ് അൻ മുജാഹിദ് ഖാല. ഇബ്നു അബി നജീഹ് റഹ്മത്തുള്ളാഹി മുജാഹിദ് റഹ്മത്തുള്ളാഹിയിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മുജാഹിദ് റഹ്മത്തുള്ളാഹിയാണ് പറയുന്നത്, സിജ്ജീനുൻ എന്ന് പറഞ്ഞാൽ അത് സഖറത്തുൻ തഹ്തൽ അർദി സാബിഅ, അഥവാ 7 ഭൂമിയുടെയും ഏറ്റവും അടിയിലുള്ള വലിയൊരു പാറക്കെട്ടാണ് വലിയൊരു സൊഹ്റ എന്ന് പറഞ്ഞാൽ വലിയ പാറ അല്ലെങ്കിൽ ഒരു പർവ്വതം, വലിയൊരു പർവ്വതമാണ് യഥാർത്ഥത്തിൽ ഈ സിജ്ജീൻ എന്നുള്ളതാണ്. തുഖ്ലബു ഫയുജ്അലു കിതാബുൽ ഫുജ്ജാർ തഹ്തഹ, അതിൻ്റെ കീഴിലേക്കാണ് ഫുജ്ജാറുകളുടെ ഗ്രന്ഥങ്ങൾ മാറ്റപ്പെടുന്നത് എന്നാണ്. ശേഷം വരുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാകും. കഅബുൽ അഹ്ബാർ റഹ്മഹുല്ല ഉദ്ധരിക്കുകയാണ്, ഈ വചനത്തിൻ്റെ വിശദീകരണം എന്നോണമാണ് ഈ ഹദീസ് ഉള്ളത്. അദ്ദേഹം പറയുന്നു, ഇന്ന റൂഹൽ ഫാജിർ ഇദാ ഖുബിലത് യുസ്അദു ബിഹാ ഇലസ്സമാ, അഥവാ ഒരു ഫാജിറിൻ്റെ റൂഹ് ആത്മാവ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യുസ്അദു ബിഹാ ഇലസ്സമാ, ആദ്യമായി ആകാശങ്ങളിലേക്ക് അത് ഉയർത്തപ്പെടും, മലക്കുകൾ ആകാശത്തോട്ട് കൊണ്ടുപോകും. ഫതഅബ സമാഉ അൻ തഖ്ബലഹ, അതിനെ സ്വീകരിക്കുവാൻ ആകാശം വിസമ്മതം കാണിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് മടക്കപ്പെടും. സുമ്മ യുഹ്ബത്തു ബിഹാ ഇലൽ അർദ്, പിന്നെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഫതഅബൽ അർദു അൻ തഖ്ബലഹ, എന്നാൽ ഭൂമിയും അത് സ്വീകരിക്കുവാൻ വിസമ്മതം കാണിക്കുമെന്നാണ്. അങ്ങനെ അപ്രകാരം ഫതദ്ഖുലു ഫീ സബ്ഇ അർദീൻ, അത് 7 ഭൂമിയുടെയും ഏറ്റവും താഴ്വശത്തേക്ക് പോവുകയും ഹത്താ യുൻതഹ ബിഹാ ഇലാ സിജ്ജീൻ, അങ്ങനെ അത് സിജ്ജീനിൽ എത്തിപ്പെടുകയും ചെയ്യുമെന്നാണ്. സിജ്ജീൻ എന്നതിന് മറ്റൊരു വിവക്ഷ കൂടി കാണാം, വഹുവ ഖദ്ദു ഇബ്ലീസ്, ഇബ്ലീസിന്റെ കവിൽത്തടമാണ് അത് എന്നും ഒരു പരാമർശം കാണുവാൻ സാധിക്കും. തഫ്സീറുൽ ഖുർത്തുബിയിൽ ഇപ്രകാരമാണ് അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ, ആധുനിക പണ്ഡിതനായ അദ്ദേഹം ഇതിന് നൽകിയ വിശദീകരണം നമുക്ക് നോക്കാം. കല്ലാ എന്ന് പറഞ്ഞാൽ ഇദാ വറദത് ഫിൽ ഖുർആനി ലഹാ മആനിൻ ഹസ്ബ സിയാഖ്, കല്ലാ എന്നതിന് സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള അർത്ഥങ്ങൾ നൽകപ്പെടുമെന്നാണ്. ഖദ് തകൂന ഹർഫ റദ്ഇൻ വസജ്റിൻ, ചിലപ്പോഴത് ഒരു സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വെടിയേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു വാക്കായിക്കൊണ്ട് നമുക്ക് കാണാം. ഒക്കെ തക്കൂൻ ബിമഅന ഹക്കൻ, എന്നാൽ ചിലപ്പോൾ അത് സത്യമായും, ഹക്കൻ സത്യമായും എന്നൊരർത്ഥം നൽകുവാൻ വേണ്ടി പ്രയോഗിക്കപ്പെടുന്നതായി കാണാൻ സാധിക്കും. വഖദ് യകൂനു ലഹാ മആനിൻ ഉഖ്റ യുഅയ്യിനുഹ സിയാഖ്, അതല്ലാത്തെയും വേറെ രീതിയിലും അർത്ഥങ്ങൾ നൽകപ്പെടുന്നതായി കാണാം. അത് സന്ദർഭത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ക്ലിപ്തമാക്കപ്പെടുന്നത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്നൽ കലിമാത്ത് ഫിൽ ലുഗത്തിൽ അറബിയ്യ ലൈസ ലഹാ മഅനൻ ദാതിയുൻ ലാ തതജാവസുഹു, അറബി ഭാഷയിൽ തന്നെ ഏതൊരു വാക്കെടുക്കുകയാണെങ്കിലും ആ വാക്കിനൊരു കൃത്യമായൊരു അർത്ഥം ഒരിക്കലും പറയാൻ കഴിയില്ല എന്നാണ്. ഇപ്പോൾ കിതാബിന് പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം എന്ന് മാത്രം അർത്ഥം നൽകാൻ കഴിയില്ല, മറിച്ച് സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പദത്തിന് ഒരർത്ഥം എന്നൊരിക്കലും അറബിയിൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ്. സന്ദർഭത്തിൽ നിന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്ന് സാരം. ബൽ കസീറു മിനൽ കലിമാത്തിൽ അറബിയ ലഹ മആനിൻ തഖ്തലിഫു ബിഹസ്ബി സിയാഖിൽ കലാം, അതാണ് ശേഷം പറഞ്ഞത്, സന്ദർഭത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ആ ഒരു തൊട്ട് മുമ്പും ശേഷവുമുള്ള കാര്യങ്ങൾ ചേർത്തി വെച്ചിട്ടാണ് വാക്കുകൾക്ക് അർത്ഥം നൽകപ്പെടുക എന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിഹാദിഹിൽ ആയ യഖൂൽ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ എന്നാണ്. അഥവാ ഫുജ്ജാറുകളുടെ ഗ്രന്ഥം അത് സിജ്ജീനിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫതുഹ്തമലു അൻ തകൂന ബിമഅന ഹക്കൻ ഇന്ന കിതാബൽ ഫുജ്ജാർ ലഫീ സിജ്ജീൻ എന്ന് നമുക്ക് അർത്ഥം പറയാം. അഥവാ സത്യമായും
കിതാബുൽ ഫുജ്ജാർ അഥവാ തെമ്മാടികളുടെ കിതാബ്, അവരുടെ ഗ്രന്ഥം ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെയാണ് എന്ന് സത്യമായും എന്നൊരർത്ഥം കല്ലക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്. ഔ തക്കൂനു, അതല്ലെങ്കിൽ ബിമഅ്ന റദ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റദഇന്റെ ഒരർത്ഥം അവിടെ കൊടുക്കാം. അഥവാ സൂക്ഷ്മത പാലിക്കണം അല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം എന്നൊരർത്ഥം, അല്ലെങ്കിൽ വെടിയേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു അർത്ഥവും അവിടെ നമുക്ക് നൽകാൻ സാധിക്കും. കാരണം തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവിടെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ രീതിയിലും അർത്ഥം പറയാൻ സാധിക്കും. അതേപോലെ തന്നെ യൗമുദ്ദീൻ, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യവും അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഇതും കൂടി ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലും നമുക്ക് ആ കല്ലക്ക് അർത്ഥം പറയാൻ കഴിയുമെന്നാണ്. وعلى كل حال فبين الله تعالى في هذه الآية الكريمة أن كتاب الفجار لفي سجين. ഏത് രീതിയിലാണെങ്കിലും കല്ല എന്നുള്ളതിന് രണ്ട് രീതിയിൽ അർത്ഥം കൊടുക്കുകയാണെങ്കിലും ഇവിടെ അള്ളാഹു പറഞ്ഞു എന്ത്? കിതാബുൽ ഫുജ്ജാർ അത് സിജ്ജീനിൽ തന്നെയാണ്, തെമ്മാടികളുടെ ഗ്രന്ഥം അത് സിജ്ജീനിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സിജ്ജീൻ എന്താന്ന് നോക്കാം. സിജ്ജീൻ എന്ന് പറഞ്ഞാൽ ഖാലൽ ഉലമ, പണ്ഡിതന്മാർ പറയുന്നു, ഇന്നഹു മഅഖൂദുൻ മിനസ് സിജ്ൻ വഹുവ ദൈഖ്, അഥവാ സിജിൻ എന്ന പദത്തിൽ നിന്നാണ് സിജ്ജീൻ എന്ന പദം വന്നിട്ടുള്ളത്. സിജിൻ എന്ന് പറഞ്ഞാൽ തടവറ അല്ലെങ്കിൽ ജയിൽ എന്നൊരു അർത്ഥം കൊടുക്കാൻ പറ്റും. വഹുവ ദൈഖ്, ജയിൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുസത അല്ലെങ്കിൽ ഒരു ഇടുക്കം അല്ലെങ്കിൽ ഒരു ഞെരുക്കം എന്നൊരർത്ഥം അതിന് കൊടുക്കാം. ഐ ഫി മക്കാനുൻ ദയ്യിഖിൻ, അപ്പൊ അവിടെ മക്കാനുൻ ദയ്യിഖുൻ, ഇടുങ്ങിയ സ്ഥലം എന്ന് സിജ്ജീൻ അർത്ഥം കൊടുക്കാൻ പറ്റുമെന്നാണ്. വഹാദൽ മക്കാനു ദയ്യിഖ് ഹുവ നാറു ജഹന്നം വൽഇയാദു ബില്ലാഹ്, അഥവാ ഇവിടെ മക്കാനുൽ ദയ്യിഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഇടുങ്ങിയ സ്ഥലം എന്നുള്ളത് നാറു ജഹന്നം തന്നെയാണ്, നരകത്തിന്റെ ചൂടാണ് അല്ലെങ്കിൽ നരകമാണ് അവിടെ അർത്ഥമാക്കപ്പെടുന്നത്. നരകത്തിൽ ഇടുക്കമായിരിക്കും ഉണ്ടായിരിക്കുക, ദയ്യിഖായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഖുർആനിക വചനവും ഒരു ഹദീസും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 13-14 വചനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ദയ്യിഖൻ മുഖറനീന ദഅഉ ഹുനാലിക സുബൂറ, അഥവാ അവരെ നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അവിടെ നരകം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അർത്ഥം വെച്ചിട്ടുള്ളത് മകാനൻ ദയ്യിഖൻ എന്നാണ്, ഇടുങ്ങിയ സ്ഥലം. ഇപ്പൊ ഇടുങ്ങിയ സ്ഥലത്തേക്ക് ഇട്ടാൽ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് അവരെ ഇട്ടാൽ, മുഖറനീന, ബന്ദികളായിക്കൊണ്ട് നരകത്തിലേക്ക് ഇട്ടാൽ, ദഅഉ ഹുനാലിക സുബൂറ, അവിടെ വെച്ച് അവർ നാശത്തെ വിളിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ അവരോട് പറയപ്പെടും, ലാ തദഉൽ യൗമ സുബൂറൻ വാഹിദ, ഇന്ന് നിങ്ങൾ ഒരിക്കലും ഒരൊറ്റ നാശത്തെ അല്ല വിളിക്കേണ്ടത്, മറിച്ച് വദഉ സുബൂറൻ കസീറ, ധാരാളം നാശത്തെ വിളിച്ചോളിയും, നിങ്ങളെ രക്ഷിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന അർത്ഥത്തിൽ അവരോട് പറയപ്പെടുമെന്നാണ്. അപ്പൊ സൂറത്തുൽ ഫുർഖാനിലെ 13-14 വചനങ്ങളിലായിക്കൊണ്ട് ഇവിടെ മകാനൻ ദയ്യിഖ എന്ന് നരകത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഒരു ഹദീസിൽ കാണാം, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസാണ്. മരണത്തെയും മരണത്തിന്റെ ശേഷമുള്ള സംഭവ വികാസങ്ങളെയും എല്ലാം പരാമർശിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്ന വിശാലമായ ഒരു ഹദീസാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാം, ഉക്തുബു കിതാബ അബ്ദി ഫീ സിജ്ജീൻ എന്ന് കാഫിറിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതായി കൊണ്ട് കാണാം, എൻ്റെ അടിമയുടെ ഗ്രന്ഥം സിജ്ജീനിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നതായി കാണാൻ സാധിക്കും. ആ സിജ്ജീനുള്ളത് ഫിൽ അർദി സാബിഅത്തി സുഫ്ല, 7 ഭൂമികളുടെയും അടിയിലാണ് എന്നും ആ ഹദീസിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ സിജ്ജീനിന്റെ സ്ഥാനം ഹുവ അസ്ഫലു മാ യകൂനു മിനൽ അർദി അല്ലദീ ഹുവ മഖറുൻ നാർ നഊദു ബില്ലാഹി മിൻഹാ ഫഹാദാ അൽ കിതാബു ഫി സിജ്ജീൻ. സിജ്ജീനിന്റെ സ്ഥാനം അത് ഭൂമിയുടെ ഏറ്റവും താഴ്വശത്തായിരിക്കും ഉണ്ടായിരിക്കുക. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന്റെ സ്ഥാനമായി കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതും എന്നും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു ആ സിജ്ജീനിലാണ് കാഫിറും ഫാജിറുമായ വ്യക്തികളുടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന്റെ ഭീകരതയിൽ നിന്നും അതേപോലെ തന്നെ സിജ്ജീനിൽ ഗ്രന്ഥം ചേർക്കപ്പെടുന്ന നഷ്ടക്കാരിൽ നിന്നും ഫാജിരീങ്ങളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനമായിക്കൊണ്ട് ഇമാം സഅദി റഹ്മഹുല്ല നൽകിയിട്ടുള്ള വിശദീകരണം കൂടി നമുക്ക് നോക്കാം. യഖൂലു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാർ എന്ന് പറഞ്ഞു. വഹാദാ ശാമിലുൻ ലികുല്ലി ഫാജിറിൻ, ഇത് എല്ലാ ഫാജിരീങ്ങൾക്കും ഇത് ബാധകമാണ്. അഥവാ ഈ ആയത്തിൽ പറഞ്ഞ ഖിയാമത്ത് നാളിനെ കളവാക്കുന്നവർക്കോ അല്ലെങ്കിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്കോ മാത്രമല്ല
അത്തരത്തിൽ ഫുജൂർ കാണിക്കുന്ന, തെമ്മാടിത്തം കാണിക്കുന്ന, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, മറിച്ച് ഏതെല്ലാം രീതിയിൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകളുണ്ടോ അവർക്കെല്ലാം ഈ ആയത്ത് ബാധകമാണ് എന്നാണ്. അത് മിൻ അൻവാഇൽ കഫറത്തി വൽ മുനാഫിഖീന വൽ ഫാസിഖീൻ, അത് മുനാഫിക്കുകളായിക്കൊണ്ടും ഫാസിഖീങ്ങളായിക്കൊണ്ടും അള്ളാഹുവിനോട് ഫുജൂർ കാണിച്ച ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെല്ലാം ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്നാണ്. അപ്പോൾ അവരെല്ലാം തന്നെ അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ലഫീ സിജ്ജീൻ, സിജ്ജീനിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. പിന്നെ അതിനുശേഷം വമാ അദ്റാക മാ സിജ്ജീൻ കിതാബുൻ മർഖൂം എന്നതിന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി നൽകിയ വിശദീകരണം ഐ കിതാബുൻ മദ്കൂറുൻ ഫി അഅ്മാലിഹിമുൽ ഖബീസ. ആ കിതാബ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവിധ മ്ലേച്ഛ സ്വഭാവങ്ങളും വൃത്തികെട്ട പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പരാമർശിക്കപ്പെട്ട കിതാബ്. ആ കിതാബാണ് അത് മർഖൂമായിക്കൊണ്ട് സിജ്ജീനിൽ ഉണ്ടായിരിക്കുക എന്നാണ്. സിജ്ജീൻ എന്ന് പറഞ്ഞാൽ അൽ മഹല്ലു ദയ്യിഖ് അൻ ദൻക്, അഥവാ ഇടുങ്ങിയ സ്ഥലം അല്ലെങ്കിൽ കുടുസതയുള്ളത് എന്നാണ് അദ്ദേഹവും വിശദീകരണം നൽകിയിട്ടുള്ളത്. അവസാനമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, സിജ്ജീൻ എന്ന് പറഞ്ഞാൽ ളിദ്ദു ഇല്ലിയീൻ, ഇല്ലിയീൻ എന്നതിൻ്റെ നേരെ വിപരീതമാണ് സിജ്ജീൻ. രണ്ടും വിപരീത പദങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അല്ലദീ ഹുവ മഹല്ലു കിതാബിൽ അബ്റാർ, ഇല്ലിയീൻ എന്നുള്ളത് അബ്റാറുകളുടെ, പുണ്യവാന്മാരുടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് എന്നും അവസാനമായിക്കൊണ്ട് പരാമർശിക്കപ്പെടുന്നു. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലായിക്കൊണ്ട് നമുക്കത് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്റാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.